ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓൾ ഓവറായിട്ട് വരുന്ന ഒരു എംബ്രോയ്ഡറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ്, ആൻറ്റി ഗോൾഡിൻ്റെ തന്നെ ലോങ് 2 ബീഡ്സ് ആണിത്. പിന്നെ നമുക്ക് റൗണ്ട് ബീഡുമാണ് വേണ്ടത്. ഗോൾഡൻ റൗണ്ട് ബീഡ് സൈസ് നമ്പർ 3 ആണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഞാനിവിടെ നെക്കൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഒരു 14 ഇഞ്ച് താഴേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ വരച്ച് കഴിഞ്ഞാൽ ആ ഒരു പാട് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഡോട്ട് മാത്രം ഞാൻ ഇട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു സ്കെയിലിൻ്റെ ഡിസ്റ്റൻസ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുവാണ്, വരയ്ക്കുമല്ല മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇപ്പുറത്തെ ഷോൾഡറിൻ്റെ പോർഷനിൽ നമ്മളിതുപോലെ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഡയഗണൽ ലൈൻസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്വയർ മാർക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതിനാണ് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയർ പോലെ വന്നേക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി അതിനുള്ളിൽ വേണം ഡിസൈൻ വരച്ചു കൊടുക്കാനായിട്ട്. 2 ലീഫ് മാത്രമാണ് കേട്ടോ ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത്. ഇനി ആ ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 4 കട്ട് ബീഡ് ഒന്നിച്ചെടുത്തിട്ട് അത് ചെരിച്ച് വെച്ച് ആ ലീഫ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ആ 2 ലീഫിൻ്റെ നടുക്ക് നിന്ന് നീഡിലെടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 2 ബീഡും അതുപോലെ ഒരു ഗോൾഡൻ റൗണ്ട് ബീഡും എടുത്തിട്ട് ചെരിച്ച് വെച്ചിട്ടൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 എണ്ണം ചെയ്തു. ഇനി നടുക്ക് ഒരെണ്ണം കൂടെ വെക്കണം. അത് സെൻറ്ററിൽ സ്ട്രെയിറ്റ് ആയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമ്മളിപ്പോൾ ചെയ്ത അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ലീഫുകളും ഇതേപോലെ ചെയ്ത് ആ സ്ക്വയറിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്.